എന്താ അല്ലേ സഞ്ജു പോയ പിന്നെ സി എസ് കെയുടെ കാര്യം ഒന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു കമന്റ് കണ്ടായിരുന്നു കേട്ടോ. അതായത് ചേട്ടാ സൂപ്പർ കിങ്സ് എന്നുണ്ട്. അതായത് സി എസ് കെ ആണല്ലോ, ചെന്നൈ സൂപ്പർ കിങ്സിന് പകരം ചേട്ടാ സൂപ്പർ കിങ്സ്. പ്രത്യേകിച്ച് നമ്മുടെ അടുത്തുള്ള ഓരോ മാച്ചസിന്റെയും റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലും സഞ്ജുവിന്റെ സ്കോർ നോക്കിക്കഴിഞ്ഞാലും അത് തന്നെയാണ് ഏകദേശം കാണാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് നമ്മൾ മാച്ച് കാണുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നല്ല സ്റ്റാർട്ടിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാച്ച് സി എസ് കെ ജയിച്ചിരിക്കും. അല്ലാത്ത മാച്ചിൽ എല്ലാം ആ ഒരു റിസൾട്ട് ഫെയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. സഞ്ജു സെഞ്ചുറി അടിച്ച 2 മാച്ചും പിന്നെ അതുപോലെ 48 അടിച്ച ഒരു മാച്ചും, ആ ഒരു 3 മാച്ചിലാണ് ശരിക്കും സി എസ് കെ ജയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള മാച്ചിലൊക്കെ സി എസ് കെ തോറ്റിട്ടാണുള്ളത്. അത് ഭയങ്കര അന്വർത്ഥാവുന്ന രീതിയിലുള്ള ഒരു മാച്ചാണ് ഇന്നത്തെ ഉണ്ടായിരുന്നത്, സി എസ് കെ വേഴ്സസ് ജി ടി. ബാറ്റിംഗ് ഓർഡേഴ്സിൽ എല്ലാവരും ഫെയിലായി. അതായത് വരുന്നവരെല്ലാവരും സഞ്ജു ആ ഒരു 11 റണ്ണെടുത്ത് പോയതിനു ശേഷം പിന്നീട് വന്ന എല്ലാവരും 2ഉം 1ഉം ഡക്കും. സർഫ്രാസ് ഒക്കെ ഡക്കായിരുന്നു. ഉർവിൽ പട്ടേൽ വന്ന് 4 അടിച്ചു. ബ്രിവിസ് ആണെങ്കിൽ അത്രേ ഉള്ളൂ. ആകെ നമ്മുടെ ഗായ്ക്കോട് മാത്രം അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതും സഞ്ജു അവിടെ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഗായ്ക്കോട് നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു തുടക്കമൊക്കെ നന്നായിട്ട് അടിച്ച് തുടങ്ങിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഈ വിക്കറ്റുകൾ ഇങ്ങനെ തുരുതുരാ പോയ സമയത്ത് ഗായ്ക്കോടിന്റെ ആ ഒരു താളവും അവിടെ തെറ്റി. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഭയങ്കര സ്ലോലിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സ്ലോലി കളിച്ച് അവസാനം ഒരു ടെസ്റ്റ് മാച്ചിന്റെ ഒരു എഫക്ട് ഭയങ്കരമായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ കമന്റേറ്റേഴ്സ് അടക്കം അവിടെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 37 ബോളിൽ അങ്ങനെ 20 സംതിങ് റൺസ് ആ ഒരു റേഞ്ചിൽ എത്തി നിൽക്കുന്നു. പിന്നീടാണ് ഒരു ഗിയർ ഷിഫ്റ്റ് ഉണ്ടായതും പിന്നീട് അടിച്ചു തുടങ്ങിയതും. ആൻഡ് ഗൈക്കോഡ് അടിച്ചതിന് ശേഷം ഒരു കിഡിലൻ നോക്ക് അല്ലെങ്കിൽ ആ ഒരു റൺ റേറ്റിനെ ഫുള്ള് കയറ്റി കൊടുത്തത് കുറച്ചെങ്കിലും നമ്മുടെ ജെമി ഓവർട്ടൺ വന്നിട്ടാണ്. 6 ബോളിൽ 18 റൺസ്, 3 4 1 6, 300 സ്ട്രൈക്ക് റേറ്റിൽ. അപ്പോൾ ഒരു ഉണർവ് ഉണ്ടായിരുന്നു സി എസ് കെക്ക്. ലാസ്റ്റ് ഓവറിൽ ഗൈക്കോഡ് എഗെയിൻ അടിച്ചു. പക്ഷെ എന്നാലും ആ ഒരു ഇൻ ബിറ്റ്വീൻ വന്ന പ്ലേയേഴ്സിൽ ഇപ്പൊ ശിവൻ ഡൂബെ ആണെങ്കിലും 17 ബോളിൽ 20 സംതിങ് റൺ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. കാർത്തിക് ശർമ്മ ഒന്ന് ട്രൈ അടിച്ചു, പക്ഷെ ആൾക്ക് പറ്റിയില്ല, 9 ബോളിൽ 15. അപ്പോൾ ആ ഒരു പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റാണ്ട് എവിടേക്കോ ഇങ്ങനെ തകർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. പക്ഷെ എടുത്തു പറയേണ്ട ഇന്നത്തെ മാച്ചിലെ ഗായ്ക്കോഡിന്റെ ആ ഒരു പ്ലേ, ആ ഒരു ഫസ്റ്റ് വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് നിന്ന് ക്ഷമിച്ചു നിന്ന് അത് കഴിഞ്ഞ് പിന്നീട് ഒരു 74 റൺസിന്റെ ഒരു കളി ഗായ്ക്കോഡ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്യാപ്റ്റൻ നോക്ക് തന്നെ പറയാം. ഇന്നത്തെ ഈ മാച്ചിലെ ഗായ്ക്കോഡിന്റെ ആ റൺസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജെമി ഓവർട്ടൺ അടിച്ച റണ്ണും ശിവൻ ഡൂബെ അതുപോലെ കാർത്തിക് ശർമ്മ അതുപോലെ നമ്മുടെ സഞ്ജു സാംസൺ ഇവരൊക്കെ കുറച്ചെങ്കിലും ആ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തത് കൊണ്ടാണ് 158 എന്നുള്ളൊരു സ്കോറിലോട്ട് ചെന്നൈ എത്തിയത്. ജിഡിയുടെ ബോളേഴ്സ് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റാഷിദ് ഖാന് ഒരു നല്ല രീതിയിലുള്ള വരവേൽപ്പാട് ഇന്ന് പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടി കിട്ടിയായിരുന്നു, 21 റൺസ് ഒരു ഓവറിൽ തന്നെ. പക്ഷെ നമ്മുടെ റബാഡ ഗംഭീര ബോളിംഗ് ആയിരുന്നു, 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് സിറാജ് ആദ്യമേ നല്ല രീതിയിൽ പിടിച്ചുകൊണ്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മാനവ് സിത്താറും ഒരു വിക്കറ്റ് എടുത്തു, റണ്ണ് പിടിച്ചുകൊണ്ട് തന്നെ. പക്ഷെ നമ്മുടെ അർഷദ് ഖാൻ അത്യാവശ്യം അടി കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 158 റൺസ് എങ്ങനെയൊക്കെ ആക്കി ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ഡീസന്റ് സ്കോറിലോട്ട് എങ്ങനെയെങ്കിലും പിടിക്കാം എന്നുള്ള രീതിയിൽ ബൗളേഴ്സ് ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കളി ജയിക്കായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സ്കോറാണ് ശരിക്കും സി എസ് കെക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കറിയാം ജി ടിയുടെ ബാറ്റേഴ്സ് എന്ന് പറയുന്നത് അവർ ഭയങ്കര സൂക്ഷിച്ച് ക്ഷമിച്ച് കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. ശുഭ്മൻ ഗിൽ ആണെങ്കിലും സായ് സുരേഷൻ ആണെങ്കിലും അവർ ഗ്രൗണ്ടഡ് ഷോട്ട്സ് ആണ് കൂടുതൽ അടിക്കാറുള്ളത്. സിക്സ് ഒക്കെ അടിക്കുമെങ്കിലും അവർ ഭയങ്കര ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ബോൾസ് മാത്രമേ അവർ അടിക്കത്തുള്ളൂ. ആ ഒരു രീതിയിലുള്ളൊരു ബാറ്റിംഗ് ആണ് ശരിക്കും അവരുടെ. പ്രത്യേകിച്ച് വിക്കറ്റുകൾ അധികം കളയാത്ത രീതിയിലുള്ള കളിയാണ് അവർ എപ്പോഴും കളിക്കാറുള്ളത്. അത് തന്നെയാണ് ഇന്നും സംഭവിച്ചത്. ആദ്യത്തെ പവർ പ്ലേയിൽ വിക്കറ്റ് ഒന്നും പോകാണ്ട് 50+ സ്കോർ ഓൾറെഡി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ശുഭ്മൻ ഗില്ലിന്റെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് പോയത്. ആ വിക്കറ്റ് എടുത്തതാണെങ്കിൽ ശരിക്കും 100ാമതാണെങ്കിലും അതിന്റെ ക്രെഡിറ്റ് ഓൾമോസ്റ്റ് കൊടുക്കേണ്ടത് നമ്മുടെ സഞ്ജു സാംസൺ ആണ്. ഓൾമോസ്റ്റ് അല്ല, ഓൾമോസ്റ്റ് ഫുള്ള് തന്നെ പറയാം. കാരണം ആ ഒരു സ്റ്റംപിങ്, ലൈറ്റനിങ് ടൈപ്പിലുള്ള സ്റ്റംപിങ്, അത്രയും ഫാസ്റ്റ് ആയിട്ട് ഈവൻ ശുഭ്മൻ ഗില്ല് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ ഒരു സ്റ്റംപിങ് നടന്നത്. കാരണം ഒരു കാല് വെച്ച് ഓൾമോസ്റ്റ് അത് എടുത്ത് ഇച്ചിരി ഒന്ന് എയറിൽ പൊങ്ങിയ സമയത്താണ് ആ ഒരു സ്റ്റംപിങ് നടന്നത്. അത് കഴിഞ്ഞ ഉടനെ കാല് കുത്തുകയും ചെയ്തായിരുന്നു. ഒരു ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇച്ചിരി ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്റ്റംപിങ്ങിൽ ഔട്ട് കിട്ടില്ലായിരുന്നു. പക്ഷെ അത് സഞ്ജു സാംസന്റെ ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷനിൽ കിട്ടിയ സ്റ്റംപിങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വിക്കറ്റ് ഫസ്റ്റ് തന്നെ പോയി. അത് കഴിഞ്ഞൊരു ചാൻസ് ശരിക്കും സായ് സുരേഷിന്റെ ഉണ്ടായിരുന്നു. അവിടെ ഗംഭീരമായിട്ട് ട്രൈ അടിച്ചു നമ്മുടെ ബ്രിവിസ്. കാരണം അത് അത്രയും ടഫായിരുന്നു. നമ്മൾ കഴിഞ്ഞ മാച്ചിൽ ശ്രേയസ് അയ്യർ പിടിച്ച പോലത്തെ ഒരു ക്യാച്ച് ആള് ട്രൈ അടിച്ചിരുന്നത് ബൗണ്ടറിയിൽ നിന്ന്. പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയത് കൊണ്ട് ആ ക്യാച്ച് കിട്ടിയില്ല. പക്ഷെ ആ ക്യാച്ച് അവിടെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബ്രിവിസിന്റെ ഒരു ഗംഭീര ക്യാച്ച് എന്നുള്ള രീതിയിൽ ഇന്നത്തെ ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും ചെയ്തേനെ. അത് കൂടാണ്ട് തന്നെ ഒരു ഇമ്പാക്ട് അവിടെ കൊടുത്ത് ഫസ്റ്റത്തെ ആ ഒരു 2ാമത്തെ വിക്കറ്റും കൂടി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രഷർ ജി ടിക്ക് പോയേനെ. പക്ഷെ ആ വിക്കറ്റ് പോകാത്തതുകൊണ്ട് തന്നെ ജി ടി പ്രഷറിലോട്ട് പോയില്ല. പിന്നീട് അങ്ങോട്ട് ഈസി ആയിട്ട് അവർ മെല്ലെ മെല്ലെ സ്കോർ റൊട്ടേറ്റ് ചെയ്ത് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ അടിച്ച് മെല്ലെ മെല്ലെ ആ ഒരു ടാർഗറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഗില്ല് 23 ബോളിൽ 33 റൺസാണ് എടുത്തത്, 3 6ഉം ഒരു 4. ജി ടിയുടെ ടോപ്പ് സ്കോറർ ആയത് സായ് സുരേഷനാണ്, 46 ബോളിൽ 87. അതിൽ 7 6ഉം 4 4ഉം ഉണ്ടായിരുന്നു. സായ് സുരേഷൻ തന്നെയാണ് ശരിക്കും കളിയിൽ ആ ഒരു ഫുള്ളി ജി ടിനെ കൊണ്ടുപോയതെന്ന് പറയാം. പക്ഷെ ആ ഒരു വിന്നിംഗ് മൊമെന്റിലോട്ട് സായ് സുരേഷൻ എത്താൻ വേണ്ടി പറ്റിയില്ല. അതിന് മുന്നേ ഔട്ടായി. അഖിൽ ഹുസൈന്റെ ബോളിൽ ബ്രിവിസിന്റെ അഗൈൻ ഒരു കിടിലൻ ക്യാച്ചിലൂടെ നമ്മുടെ ജോസേട്ടൻ അവസാനം വരെ പിടിച്ചു വന്ന് 30 ബോളിൽ 39 റൺസ് എടുത്തിട്ട്, അതായത് വിക്കറ്റ് പോവാത്ത രീതിയിൽ ആൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് 1-2 ചാൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്തോ ഭാഗ്യം കൊണ്ട് കയ്യിൽ ഒതുങ്ങിയില്ല എന്ന് വേണം പറയാം. പ്രത്യേകിച്ച് ഒരു ക്യാച്ച്
നമ്മുടെ ആരുടെ ബോളിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അൻഷുൽ കമ്പോജിന്റെ ആണോ അല്ല ശിവൻ ഡൂബയുടെ ബോളിൽ ഒരു ക്യാച്ച് ശരിക്ക് പോകേണ്ടതായിരുന്നു, കൊണ്ട് ബാക്കിലോട്ട് സഞ്ജു സാംസന്റെ അടുത്താണ് എത്തിയത്. പക്ഷേ അത് ബോൾ കുറച്ച് സ്ലോ ആയതുകൊണ്ട് പിച്ച് കുറച്ച് മുന്നേ കുത്തി ആൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ബ്ലോ ഉണ്ടായേനെ ജിടിയുടെ ഭാഗത്ത്. ബോളിംഗിൽ അത്യാവശ്യം അടി കിട്ടിയായിരുന്നു CSK ബോളേഴ്സിന്. അതിൽ അഖിൽ ഹുസൈന് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അടി കിട്ടിയായിരുന്നു. പക്ഷേ അവസാനം ഒരു വിക്കറ്റ് എടുത്തു. 100 ഒരു വിക്കറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടാണ് ബോൾ ചെയ്തത്. അൻഷുൽ കമ്പോജ് ആയിരുന്നു ഇന്നത്തെ ഏറ്റവും നല്ല ബോളർ എന്ന് പറയാം. കാരണം ആ ഒരു റണ്ണ് ഫസ്റ്റ് മുതലേ പിടിച്ചാണ് ശരിക്കും ആൾ എറിഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യത്തെ ആ ഒരു പവർ പ്ലേയിൽ 3 ഓവർ കണ്ടിന്യൂസ് എറിഞ്ഞ് തന്നെ ഭയങ്കര ടഫായിരുന്നു. ശരിക്കും ആ 3ാമത്തെ ഓവർ എറിഞ്ഞതുകൊണ്ടാണ് ആൾക്ക് കുറച്ചെങ്കിലും റൺസ് പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം കിടിലനായിട്ട് ഒരു സ്പെല്ലായിരുന്നു ശരിക്കും നമ്മുടെ അൻഷുൽ കമ്പോജിന്റെ. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ CSKക്ക് ജയിക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. 158 സ്കോർ കുഴപ്പമില്ലാത്തൊരു സ്കോർ തന്നെയാണ്. കാരണം ഇത്രയും ബാറ്റേഴ്സ് ഫെയിൽ ആയ ഒരു മാച്ചിൽ 158 എത്തി തന്നെ വലിയ ഭാഗ്യമാണ്. പക്ഷെ അവിടെ ബൗളേഴ്സിന് ഒന്ന് ഫുള്ളായിട്ട് പിടിക്കാൻ വേണ്ടി പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തത്. ഓൾമോസ്റ്റ് പൊരുതി തന്നെ തോറ്റു എന്ന് പറയാം. പക്ഷെ എന്നാലും ഒന്നും കൂടി ഒന്ന് പൊരുതിയിരുന്നെങ്കിൽ ജയിക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ബാറ്റിംഗിൽ എപ്പോഴും സഞ്ജുവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് CSK മുന്നോട്ട് പോകുന്നത് ശരിയല്ല. കാരണം ഇനിയുള്ള മുന്നോട്ടുള്ള ബിഗ് മാച്ചസിൽ അത് പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റുള്ള പ്ലേയേഴ്സും നന്നായിട്ട് തന്നെ മുന്നോട്ട് വരണം. ബാറ്റിംഗിൽ ആയുഷ് മാത്രമേ കുഴപ്പമില്ലാണ്ട് കളിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ ആൾക്ക് പരിക്ക് പറ്റിയോണ്ട് കളിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് ഗായ്ക്വാഡ് ഫോമിലോട്ട് വന്നത് ഒരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജെമി ഓർട്ടനൊക്കെ ഫിനിഷിംഗിൽ നല്ല ടച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ടോപ്പ് ഓർഡേഴ്സിൽ ഒന്നും കൂടി ഒന്ന് പ്ലേയേഴ്സ്, ടോപ്പും മിഡിലൊക്കെ ഒന്നും കൂടി പ്ലേയേഴ്സ് ഒന്ന് കളിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് കിട്ടുമ്പോൾ ഇവരൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് കിട്ടാണ്ടാകുമ്പോഴാണ് ഇവർക്ക് കളിക്കാൻ പറ്റാത്തതെന്നുള്ളതാണ് ഞാൻ ഈ മാച്ചസിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ എന്തായാലും CSKയുടെ ഒരു കംബാക്ക് വരട്ടെ. GT അഭിനന്ദനങ്ങൾ ഇന്നത്തെ മാച്ച് ജയിച്ചതിന്. നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത മാച്ചിന്റെ വിശേഷങ്ങളായിട്ട് കാണാം.